അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മളിൽ കടന്നു വരുന്ന പെരുന്നാൾ ദിവസത്തിൻ്റെ രാവിലും പകലിലുമായിട്ട് നമ്മൾ ചൊല്ലണം. ഇത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങളും പറഞ്ഞു തരാം. ഈ ഒരു ദിക്ർ നമുക്ക് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു തന്നത് മുത്തു ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ ജീവിതത്തിൽ ഇത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. റമളാൻ മാസത്തിൽ നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ എടുത്ത് നോമ്പൊക്കെ നോറ്റ് ദിക്റുകളൊക്കെ ചൊല്ലി പെരുന്നാൾ ദിവസം വരുമ്പോൾ എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സന്തോഷമായിട്ടിരിക്കുമ്പോൾ പടച്ച റബ്ബിനെ മറന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. നമ്മൾ സന്തോഷത്തിലും ദുഃഖത്തിലും അള്ളാഹുവിനെ ഓർക്കണം. നമുക്ക് എത്ര സന്തോഷം വന്നാലും നമ്മൾ പടച്ച റബ്ബിനോട് ഹംദ് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് നമ്മൾ ഒരുപാട് സംസാരിക്കണം. നമ്മൾ റമദാൻ മാസത്തിൽ എന്താണോ ചെയ്തത് അതന്നെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം. തുടർച്ചയായിട്ട് ചെയ്യുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. റമദാൻ മാസത്തിൽ പെരുന്നാൾ ദിവസം നമ്മൾ ഈ ഭൂമിയിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവും. എല്ലാവരും പരസ്പരം പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തൊക്കെ പോകും, നല്ല ഭക്ഷണങ്ങൾ കഴിക്കും. എന്നാൽ പലരുടെയും ഉള്ളിലൊരു നീറ്റലുണ്ടാവും. പലരുടെയും അടുത്ത ബന്ധുക്കൾ, അടുത്തവർ, ജീവൻ്റെ പ്രാണൻ എന്ന് പറയുന്നവർ, അടുത്ത ഉമ്മ ഉപ്പ സഹോദരന്മാർ ഭർത്താക്കന്മാർ ഭാര്യമാർ മക്കൾ മരണപ്പെട്ടു പോയവരുണ്ടാവും. ഇവരുടെയൊക്കെ ഉള്ളിൽ അവരെക്കുറിച്ചുള്ളൊരു ഓർമ്മയും ഉണ്ടാവും. അപ്പോൾ നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഈ ആളുകൾ, ഖബറിലുള്ള എല്ലാവരും ഖബറിൽ നല്ലൊരു പ്രകാശം വന്നിട്ട് ഖബറിൽ സന്തോഷമായിട്ടിരിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ദിക്ർ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ മുത്ത് ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു തന്ന ദിക്റാണ്. കിതാബിലുള്ള ദിക്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ദിക്റിനെ ബഹുമാനിച്ച് സന്തോഷമുള്ള രാവിലെ നമ്മൾ അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്ത് രാവിലും പകലിലും ചൊല്ലാം. രാവിലെ ചൊല്ലിയവർക്ക് പകലിൽ വീണ്ടും വേണമെങ്കിൽ ചൊല്ലാം. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയിട്ട് പോയവരുടെ പേരിൽ ഹദിയ ചെയ്യുക. ഒരു വ്യക്തിയോ ഒരാളോ ആണെങ്കിൽ അങ്ങനെയും ഹദിയ ചെയ്യാം. ഒരുപാട് പേരുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ പേര് വെച്ചിട്ട് ഹദിയ ചെയ്യുക. അവർക്ക് അള്ളാഹു അതിനുള്ള പ്രതിഫലം കൊടുക്കും. എന്നിട്ട് നിങ്ങൾ ഈ ദിക്ർ ചൊല്ലുക. നിങ്ങളിത് ഹദിയ ചെയ്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവരുടെ ഖബറിൽ ഒരു പ്രകാശം വന്നു നിൽക്കും. അവർക്ക് സന്തോഷം ലഭിക്കും. അതിന് വലുത് നമുക്ക് എന്താണ് വേണ്ടത്? അവർക്ക് മാത്രമല്ല, നമ്മൾ ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രതിഫലം അവിടെ ബാക്കി കിടക്കും. നമ്മൾ സന്തോഷമുള്ള രാവിലും പകലിലും അള്ളാഹുവിനെ ഓർത്ത് ചൊല്ലുന്ന ദിക്റാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫലം നമുക്കും കിട്ടും. നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിൽ ഈ ദിക്ർ വന്നിട്ട് ഒരു പ്രകാശമായിട്ട് മാറും. ആ ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇത് നിങ്ങൾക്ക് സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് കൂട്ടിച്ചേർത്തിട്ടും ചൊല്ലാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം അങ്ങനെയും ചൊല്ലാം. അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് മാത്രം നിങ്ങൾ 300 തവണയാണ് ചൊല്ലേണ്ടത്. 300 തവണ ചൊല്ലിയിട്ട് ഹദിയ ചെയ്യുക. ഉറപ്പായിട്ടും ഇതിനുള്ള പ്രതിഫലം വലുതായിരിക്കും. അള്ളാഹുവിന് ഒത്തിരി ഇഷ്ടമാണ്. മുത്ത് ഹബീബ് പറഞ്ഞു തന്ന അമലാണ്. ആരും ഈ ഒരു അമല് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ മരിച്ചവർക്ക് ഹദിയ ചെയ്തില്ലെങ്കിലും നിങ്ങളിത് ചൊല്ലണം. കാരണം നിങ്ങൾക്കും നാളെ മരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അമല് നിങ്ങൾക്ക് കൂടെ ഉണ്ടാവും. എനിക്കും നിങ്ങൾക്കും ഇത് ചൊല്ലാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് തരട്ടെ. നമ്മുടെ എല്ലാം ഖബർ ജീവിതം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. ഖബർ ശിക്ഷയെ തൊട്ട് നമ്മളെ കാക്കട്ടെ. സന്തോഷം വന്നാലും സങ്കടം വന്നാലും അള്ളാഹുവിനെ ഓർക്കുക. റമളാൻ മാസം കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങും പോലെ ഇബാദത്ത് വിട്ട് കളയരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.